വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യപ്രകാരം മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്, മാത്സിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കുറേ അധികം ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തും. ഓരോ ചോദ്യങ്ങളും വളരെ നിർണായകമാണ്. വിവിധ പരീക്ഷകളിൽ ചോദിച്ചു മാറിയ ചോദ്യങ്ങളാണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം ചെയ്തു മാറ്റുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ 2025 CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ അവസാനിച്ചു. ജനുവരി മാസത്തിലെ ആ നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷ ഫെബ്രുവരി നടക്കുന്നു. സോ ഈ ഒരു പരീക്ഷ വളരെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർച്ച് മാസം അവസാനത്തോടുകൂടി നമ്മൾ പുതിയ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഓരോ ദിവസങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് തെറ്റാണോ സംഭവിച്ചത് അതൊരിക്കലും ആവർത്തിക്കാതെ അടുത്ത പരീക്ഷയിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് അടുത്ത പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാനുള്ള വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം, ഇംഗ്ലീഷിന് 20 ചോദ്യങ്ങളും അതേപോലെ GK-ക്കകത്തുനിന്നുള്ള 20 ചോദ്യങ്ങളും മാത്സിനകത്തുനിന്നുള്ള 20 ചോദ്യങ്ങളും, അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഏകദേശം 60 ചോദ്യങ്ങൾ. 60 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 30 മാർക്ക്. അപ്പോൾ ആ 30 മാർക്ക് വളരെ നിർണായകമായി മാറി എന്നുള്ളതായിരുന്നു ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകത. സോ അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ മാത്സിനും ഇംഗ്ലീഷിനും GK-ക്കും വലിയ പ്രാധാന്യം കൊടുത്തു വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം ഇപ്പോഴേ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദിവസങ്ങളും കൃത്യതയോടുകൂടി പഠിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ടാണ് നിങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. സോ അപ്പം നമുക്ക് നേരെ ആ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പേ ജനുവരി മാസത്തിലെ നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ നടന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു ചാപ്റ്ററിനകത്തുനിന്ന്, ഈ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുനിന്ന് 3 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ആ 3 ചോദ്യങ്ങൾ അവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ 3 ചോദ്യങ്ങൾ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറയുമ്പോൾ ആ ചാപ്റ്റർ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ്. ആ 3 ചോദ്യങ്ങളും വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യത. അതിലെ ഈ 3 ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അവിടുന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പരീക്ഷ കഴിഞ്ഞത് ജനുവരി മാസത്തിലായിരുന്നു. അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് മാർച്ച് അവസാനത്തോടു കൂടിയാണ്. സോ വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സോ ഈ ഒരു 3 ചോദ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് പതിയെ തുടങ്ങാം. ഇവിടെ മക്കളെ, ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ, പെർ സെന്റ്, സെന്റ് എന്ന് പറഞ്ഞാൽ സെഞ്ചുറി. അതായത് ഏതെങ്കിലും ഒരു സംഖ്യ ഡിവൈഡഡ് ബൈ 100 ഈസ് നോൺ ആസ് ദാറ്റ് സംഖ്യ പെർസെൻറ്റേജ്. അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സംഖ്യ മുകളിൽ എഴുതി വെച്ചിട്ട് അതിനെ 100 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ഇടമക്കളെ അതിന്റെ അർത്ഥം ആ സംഖ്യ ശതമാനം എന്നാണ് അർത്ഥം. അതായത് 3 ഡിവൈഡഡ് ബൈ 100 എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം 3%. 7 ബൈ 100 എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം 7%. 25 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 25% എന്നുള്ള കാര്യം മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ സംഖ്യ ശതമാനമാണെന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു ദശാംശ സംഖ്യ അല്ലെങ്കിൽ ഒരു ഡെസിമൽ നമ്പർ
അതേപോലെ ഒരു ഭിന്നസംഖ്യ, അതായത് ഒരു ഫ്രാക്ഷൻ, ഇതിനെ ശതമാനത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ, ശതമാനത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ അർത്ഥം 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ദശാംശ സംഖ്യയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭിന്നസംഖ്യയോ ശതമാനത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ 100 കൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഗുണിക്കുക എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. സോ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാണ്. അതായത് 2/5 എന്ന് പറയുന്ന സംഖ്യ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ഭിന്നസംഖ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദശാംശ സംഖ്യ ആയിക്കോട്ടെ, 100 കൊണ്ട് ഗുണിച്ചാൽ ശതമാനം കിട്ടും. അതായത് 2/5 എന്ന് പറഞ്ഞാല് 2/5നെ 100 കൊണ്ട് ഗുണിക്കുക. 5നെ 100 കൊണ്ട് വെട്ടാം. 5ന്റെ 20ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. 5ന്റെ 20ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. 20ഉം 2ഉം കൂടെ ഗുണിച്ചാല് ഉത്തരം 40 എന്ന് വരും. ഉത്തരം 40% അവിടുത്തെ റൈറ്റ് ആൻസർ. സോ പോയിന്റ് നമ്പർ 2 നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ദശാംശ സംഖ്യയോ അല്ലെങ്കിൽ ഭിന്നസംഖ്യയോ ശതമാനത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാല് 100 കൊണ്ട് ഗുണിക്കുക എന്നുകൂടി വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. അങ്ങനെ ശതമാനം എന്തുവാണെന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് പതുക്കെ ആ ഒന്നാമത്തെ ചോദ്യം കണ്ടോ. ഇഫ് 8% ഓഫ് എ നമ്പർ ഈസ് 216, വാട്ട് ഈസ് ദാറ്റ് നമ്പർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഇഫ് 30% ഓഫ് എ നമ്പർ ഈസ് 270, വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ, ഒരു സംഖ്യയുടെ 30% 270 ആണെങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഒരു സംഖ്യയുടെ 30% 270, ഒരു സംഖ്യയുടെ 30% 270 ആണെങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. സംഖ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം 100%. മക്കളെ, സംഖ്യ എന്ന് പറഞ്ഞ അർത്ഥം 100%. സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ 50%. സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 200%. 3 മടങ്ങെന്ന് പറഞ്ഞാൽ 300%. അല്ലെങ്കിൽ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ എഴുതിയെടുത്തു, ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 100%. സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ 50%. സംഖ്യയുടെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 75%. സംഖ്യയുടെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 25%. സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 200%. 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 300%. 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 400%. 5 മടങ്ങെന്ന് പറഞ്ഞാൽ 500%. അപ്പൊ ചോദ്യം, ഒരു സംഖ്യയുടെ 30% 270 ആണെങ്കിൽ സംഖ്യ ഏതാണ്? അതായത് 100% എത്ര? സംഖ്യ ഏതാണ്? 100% എത്ര ആണ് എന്നാണ് ചോദിച്ചത്. കേട്ടോ, സംഖ്യ എന്ന് കേട്ടാലേ 100%. അപ്പൊ സംഖ്യ ഏത് എന്ന് ചോദിച്ചാല് 100% എത്ര എന്നാണ് ചോദ്യം. സോ 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ആരൊക്കെയാ? 2 എണ്ണം ഉള്ളത് 100ഉം 270 അല്ലേ? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 30. താഴെ കിടക്കുന്ന 0 മേളിൽ കിടക്കുന്ന 0 കട്ടായി പോയി. അതേപോലെ 3ന്റെ 9ാമത്തെ മൾട്ടിപ്പിൾ ആണ് 27. 9 100ഉം കൂടെ ഗുണിച്ചാല് ഉത്തരം 900 എന്ന് വരും. ആൻസർ 900 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? ഒരു സംഖ്യയുടെ 30% 270 ആണെങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. 30% 270, 100% എത്ര? സംഖ്യ എന്ന് കേട്ടാൽ 100% സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ 100% എത്ര എന്നുള്ളതാണ് ചോദ്യം. ക്രോസ് ചെയ്താൽ മതി. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ആ ഒരു ഭാഗം അവിടെ അവസാനിച്ചു. സോ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പതിയെ കിടക്കുന്നു. വാട്ട് ഈസ് ദ നമ്പർ ഇഫ് 20% ഓഫ് എ നമ്പർ ഇസ് 90? ഒരു സംഖ്യയുടെ 20% 90 ആണെങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയും 20% 90. 20% 90 ആണെങ്കിൽ സംഖ്യ ഏതാണ്? അതായത് 100% എത്ര എന്നാണ് ചോദിച്ചത്. 100% എത്ര? എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യാൻ എളുപ്പ വഴി എന്താണ്? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 100ഉം 90ഉം അല്ലേ? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 1 എണ്ണം ഉള്ളത് 20, 1 എണ്ണം ഉള്ളത് 20. ഇവിടെ
20 100 കൂടെ ഒറ്റയടിക്ക് വെട്ടിക്കളയാം. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ പേടിക്കണ്ട. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. 100ഉം 20ഉം കൂടെ 20 കൊണ്ട് വെട്ടാം. 20ന്റെ ഗുണിതങ്ങളാണ്. 20 കൊണ്ട് വെട്ടാം. 20ന്റെ മൾട്ടിപ്പിൾ ആണ്. 20നെ 20 കൊണ്ട് വെട്ടിയാൽ 1 വരും. അല്ലെങ്കിൽ 20നെ 20 കൊണ്ട് ഹരിച്ചാൽ 1. 100നെ 20 കൊണ്ട് ഹരിച്ചാൽ 5. 90നെ 5 കൊണ്ട് ഗുണിച്ചാല് 9 5 45 ഉത്തരം 450 എന്ന് വരും ആൻസർ. കണ്ടോ എന്ത് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയത്. ഈ ചോദ്യം ചെയ്യാൻ നമ്മൾ എത്ര സെക്കൻഡ് സമയം എടുത്തു? 10 സെക്കൻഡ് പോലും നമുക്ക് അവിടെ വേണ്ടി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത. സോ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കിക്കേ. ചോദ്യം ഇതാണ്: 60% ഓഫ് എ നമ്പർ ഈസ് 60% ഓഫ് എ നമ്പർ ഈസ് 420. വാട്ട് ഈസ് ദ 20% ഓഫ് ദ സെയിം നമ്പർ എന്നാണ് ചോദ്യം. ഒരു സംഖ്യയുടെ 60% 420 ആണെങ്കിൽ അതേ സംഖ്യയുടെ 20% എത്ര ആണ് എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും 60% 420 ആണെങ്കിൽ ചോദ്യം 20% എത്ര 20% എത്ര 20% എത്ര എന്നാണ് ചോദിച്ചത്. 60% 420 ആണെങ്കിൽ 20% എത്ര എന്നാണ് ചോദ്യം. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ആരൊക്കെയാ? 2 എണ്ണം ഉള്ളത് 20 420 അല്ലേ? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 1 എണ്ണം ഉള്ളത് 60, 1 എണ്ണം ഉള്ളത് 60. കണ്ടോ ഇവിടെ 20ഉം 60ഉം കൂടെ ഒറ്റയടിക്ക് വെട്ടാം. 20 കൊണ്ട് വേണമെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ 0 വെട്ടിക്കളഞ്ഞിട്ട് 2 കൊണ്ട് വെട്ടിയാലും മതി. അല്ലെങ്കിൽ ഒറ്റയടിക്ക് 20ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 60? എടാ 20ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 60 ആണ്. അതായത് 420നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 420നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 42നെ 3 കൊണ്ട് ഹരിച്ചാൽ 14 ആണെന്നറിയാം. ഒരു 0 കൂടെ ചേർത്ത് എഴുതിക്കൂ. ഉത്തരം 140. അതായത് 420നെ 3 കൊണ്ട് ഹരിച്ചാല് ഉത്തരം 140 എന്ന് വരും ആൻസർ. സോ അങ്ങനെ ആ ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമ്മൾ അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യം: ഒരു സംഖ്യയുടെ 12% 60 ആണെങ്കിൽ അതേ സംഖ്യയുടെ 25% എത്ര എന്നാണ് ചോദിച്ചത്. എടാ ഒരു സംഖ്യയുടെ 12% 60 12% ആണെങ്കിൽ 25% എത്ര 25% എത്ര എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്താൽ മതി? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക. എന്ത് എളുപ്പമാണല്ലേ, എന്ത് സിമ്പിൾ ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ട് ഗുണിച്ച് കളയുക. ഇതല്ലേ ആദ്യം ചോദിച്ചത്. ഈ ചോദ്യമൊക്കെ ചെയ്തെടുക്കാൻ സാധാരണഗതിയിലെ ഒരു 10 സെക്കൻഡ് പോലും വേണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യത. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ഓരോ ചാപ്റ്ററുകളും വളരെ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ ഇവിടെ ക്ലാസ്സിലെ ഓരോ ചാപ്റ്ററുകളും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. 12% 60 ആണെങ്കിൽ 25% എത്ര? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 25ഉം 60ഉം ആണ്. 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 12. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. എടാ കുഞ്ഞുങ്ങളെ 12ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ ആണ് 60. 12ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ ആണ് 60. 25നെ 5 കൊണ്ട് ഗുണിച്ചാല് ഉത്തരം 125. 25നെ 5 കൊണ്ട് ഗുണിച്ചാല് ഉത്തരം 125. 125 ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. എന്ത് സിമ്പിൾ ആയിട്ടാണ് പെട്ടെന്നാണ് ആൻസർ കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നിട്ടുണ്ട്. സബ്ട്രാക്ടിങ് 52% from 59% of a number gives 490. So what is the number എന്നാണ് ചോദ്യം. ഒരു സംഖ്യയുടെ 59% നിന്നും 52% സബ്ട്രാക്ട് ചെയ്ത് കുറച്ചു. എടാ 59% നിന്ന് 52% കുറച്ചപ്പോൾ 490 കിട്ടിയെങ്കിൽ സംഖ്യ ഏതാണ് പിള്ളേരെ എന്നാണ് ചോദിച്ചത്. എളുപ്പമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സംഖ്യയുടെ 59% 59%ത്തിൽ നിന്ന് 52% കുറച്ചു. നിങ്ങൾ ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ.
59% നിന്ന് 52% കുറച്ചാൽ, എടാ 59% നിന്ന് 52% കുറച്ചാൽ 7% അല്ലേ? ആണ് ആണ് 7% മനസ്സിലായി. അങ്ങനെ 7% 490 മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? 7% 490 മനസ്സിലായി. ഒന്നും കൂടെ, ഒരു സംഖ്യയുടെ 59% നിന്ന് 52% കുറച്ചാല് 490 കിട്ടി എന്ന് ചോദ്യകർത്താവ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 59% നിന്ന് 52% കുറച്ചാല് 7% കിട്ടും. അപ്പോൾ 7% 490 മനസ്സിലായി. ചോദ്യം, സംഖ്യ ഏത്? സംഖ്യ എന്ന് കേട്ടാലേ അർത്ഥം 100%. സംഖ്യ എന്ന് കേട്ടാലേ അർത്ഥം 100%. സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം 100% എത്ര എന്ന ചോദ്യം. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് 100% എത്ര, 100% എത്ര എന്നാണ് ചോദ്യം. 7% 490 ആണെങ്കിൽ 100% എത്ര ആടാ എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്താൽ മതി? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി എന്തുവാ? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 100ഉം 490 ആണ്. 2 എണ്ണം ഉള്ളത് ഗുണിച്ചു, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 7, 1 എണ്ണം ഉള്ളത് 7. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ പിള്ളേരെ, ഇവിടെ 7 49 കൂടെ ഒറ്റയടിക്ക് വെട്ടിക്കൂടെ? വെട്ടാം. 7ന്റെ 7ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 49? 7ന്റെ 7ാമത്തെ മൾട്ടിപ്പിൾ ആണ് 49. ആ 0 മറന്നു പോരുത്. ആ 0 മേപ്പോട്ട് കെട്ടി എഴുതിക്കോ. അപ്പൊ അവിടെ 70 എന്ന് വരും. 70നെ 100 കൊണ്ട് ഗുണിച്ച എത്ര? ഒരു സംഖ്യ 100 കൊണ്ട് ഗുണിക്കാന് 2 0 ഇട്ട് കൊടുത്താൽ മതി. ഉത്തരം 7000. കണ്ടോ, സിമ്പിൾ ആയിട്ട് ആൻസർ വന്നോ? ഉത്തരം 7000 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ദാ പിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 35% ഈ സബ്ട്രാക്റ്റഡ് ഫ്രം 50% ഓഫ് എ നമ്പർ ടു ഗെറ്റ് 12. സോ വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദ്യം. കണ്ടോ, ഒരു സംഖ്യയുടെ 50% നിന്നും 35% കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര? 12. ഒരു സംഖ്യയുടെ 50% നിന്ന് 35% കുറച്ചാൽ സ്വാഭാവികമായിട്ടും 50% നിന്ന് 35% കുറച്ചാൽ 15 അല്ലേ? ആണ്. എടാ മക്കളെ, 15%. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 12 ആണെന്ന് മനസ്സിലായില്ലേ? ഒരു സംഖ്യയുടെ 50% നിന്ന് 35% കുറച്ചാൽ 12 കിട്ടുമെന്ന് ചോദ്യകർത്താവ് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു സംഖ്യയുടെ 50% നിന്ന് 35% കുറയ്ക്കുവാണെങ്കിൽ 15% എന്ന് കിട്ടും. അപ്പോൾ ആ 15% ആണ് ഏത്? 12. സോ അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. സോ വാട്ട് ഈസ് ദ നമ്പർ? സംഖ്യ ഏതാണ്? സംഖ്യ ഏതാണ്? സംഖ്യ എന്ന് കേട്ടാലേ അർത്ഥം 100%. എടാ, സംഖ്യ എന്ന് കേട്ട അർത്ഥം 100%. അപ്പോൾ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അർത്ഥം 100% എത്ര? 100% എത്ര എന്നാണ് ചോദ്യം. 100% എത്ര എന്ന ചോദ്യം. സ്വാഭാവികമായിട്ടും 15% 12 ആണെങ്കിൽ 100% എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ആരൊക്കെയ? 2 എണ്ണം ഉള്ളത് 100ഉം 12ഉം അല്ലേ? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 15, 1 എണ്ണം ഉള്ളത് 15. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ വെട്ടിക്കോ. 15ഉം 12ഉം കൂടെ നമുക്ക് 3 കൊണ്ട് വെട്ടിക്കൂടെ? 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. ഇവിടെ മക്കളെ, 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 15നെ 3 കൊണ്ട് ഹരിച്ചാല് 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5 വരും. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4 വരും. അതേപോലെ 5ന്റെ 20ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. 5ന്റെ 20ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. 20നെ 4 കൊണ്ട് ഗുണിച്ചാല് നമ്മളുടെ ഉത്തരം 80. 80 80 ആൻസർ 80. കണ്ടോ, നമുക്കൊരു 10 സെക്കൻഡ് പോലും വേണ്ട.
സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് വീണ്ടും അവിടെ ഓർമ്മപ്പെടുത്തുവാണ്. സോ ആ ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമ്മൾ അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആ ബോർഡിൽ വന്നിട്ടുണ്ട്, പതുക്കെ ചെയ്താൽ മതി. ചോദ്യം 390 is obtained by subtracting 71% from 84% of a number. അതായത് ഒരു സംഖ്യയുടെ 84% നിന്ന് 71% കുറച്ചപ്പോൾ നമുക്ക് 390 കിട്ടി എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കിക്കടാ. ചോദ്യകർത്താവ് ചോദിച്ചത് വാട്ട് ഈസ് നമ്പർ എന്നല്ല, സംഖ്യ ഏതാണെന്നല്ല, സംഖ്യയുടെ 40% എത്ര എന്നാണ് ചോദിച്ചത്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 84% നിന്ന് 71% കുറച്ചാൽ സ്വാഭാവികമായിട്ടും 13% അല്ലേ? ആണോ? 84% നിന്ന് 71% കുറച്ചാൽ സ്വാഭാവികമായിട്ടും 13% കിട്ടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി 13% ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 390. അതാണ് 390. കണ്ടോ? 84% നിന്ന് 71% കുറയ്ക്കുമ്പോൾ നമുക്ക് 390 കിട്ടും. 390 കിട്ടി. ചോദ്യം വാട്ട് ഈസ് ദ 40%? 40% എത്ര ചോദ്യം? 13% 390 ആണെങ്കിൽ 40% എത്ര? 40% കണ്ടുപിടിക്കേണ്ടത്. 13% 390 ആണെങ്കിൽ 40% എത്ര എന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പ വഴി, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 40 390 അല്ലേ? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 13, 1 എണ്ണം ഉള്ളത് 13. ഇനി വെട്ടിക്കോ മക്കളെ. 13ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 39? 13ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 39? ആണ്. ആ 0 മറന്നു പോകല്ലേ? ആ 0 കൂടെ മേപ്പോട്ട് കയറ്റി എഴുതിക്കോ. 40 × 30. 40നെ 30 കൊണ്ട് ഗുണിച്ച ആൻസറായി. 40നെ 30 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 4നെ 3 കൊണ്ട് ഗുണിച്ച് 2 0 ഇട്ട് കൊടുത്താലും മതിയല്ലോ. മതി. 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 4 3 12. 2 0 കൂടെ ചേർത്ത് എഴുതിക്കോ. ഉത്തരം 1200. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഉത്തരം 1200 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. എന്ത് പെട്ടെന്നാണ് ആൻസർ കിട്ടുന്നത്. വളരെ സിമ്പിൾ ചോദ്യം. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബോർഡിൽ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയേ. എപ്പോഴും നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. ചോദ്യം ഇതായിരുന്നു: ഇഫ് യു ആഡ് 75 to 70% ഓഫ് എ നമ്പർ, അതായത് ഒരു സംഖ്യയുടെ 70% കൂടെ 75 കൂട്ടിയാൽ യു ഗെറ്റ് ദ സെയിം നമ്പർ. ഒരു സംഖ്യയുടെ 70% കൂടെ 75 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അതേ സംഖ്യ തന്നെ കിട്ടും. ദെൻ വിച്ച് ദ നമ്പർ, അല്ലെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദ്യം. സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം എന്താണ്? ഒരു സംഖ്യയുടെ 70% കൂടെ 75 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? സംഖ്യ ഏതാണ്? സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു സംഖ്യയുടെ 70% കൂടെ 75 കൂട്ടിയാൽ 75 കൂട്ടുവാണെങ്കിൽ എന്നാ കിട്ടും? യു ഗെറ്റ് ദ സെയിം നമ്പർ. ആ സംഖ്യ തന്നെ കിട്ടും എന്നാണ് പറയുന്നത്. ആ സംഖ്യ തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ആ സംഖ്യ മൊത്തം കിട്ടുമെന്നല്ലേ അർത്ഥം? അതായത് 100% കിട്ടും എന്നല്ലേ അർത്ഥം? ആണ്. ഒരു സംഖ്യയുടെ 70% കൂടെ 75 കൂട്ടിയാൽ we get the same number. Same number means 100%. The number, ആ സംഖ്യ തന്നെ കിട്ടും. അതായത് 100% കിട്ടും എന്നാണ് അർത്ഥം. എഴുതി വെച്ചു.
ദെൻ വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദ്യം. സംഖ്യ ഏതാണ്? വാട്ട് ഈസ് ദ നമ്പർ? സംഖ്യ ഏതാണെന്ന ചോദ്യം. സംഖ്യ എന്ന് കേട്ടാൽ അർത്ഥം 100%. സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? 100% എത്ര ആണ് എന്നാണ് ചോദ്യം. നോക്കിയോണേ, എന്തായാലും നമുക്ക് ശതമാന സിമ്പൽ ഉള്ളവന്മാരെ എല്ലാം ഒരു സൈഡിൽ നിർത്താം. എന്തായാലും ഇവനൊരു കാര്യം ചെയ്യും, ഈ 70 എടുത്ത് അങ്ങ് അപ്പുറത്ത് തട്ടിക്കോ. ശതമാന സിമ്പല് ഉള്ളവന്മാരെ എല്ലാം ഒരു സൈഡിലോട്ട് അങ്ങ് നിലനിർത്താം. ഈ 70% അപ്പുറത്ത് പോയാൽ -70% മാറിയില്ല. അവിടെ ഓൾറെഡി 100% കിടപ്പുണ്ട്. 100% -70% എത്ര വരും? 30% എന്ന് വരും. അങ്ങനെ 30% 75 എന്ന് വരും. കുഞ്ഞുങ്ങളെ, 30% 75 ആണെങ്കിൽ ചോദ്യം 100% എത്ര? 100% എത്ര? സംഖ്യ ഏതാണ്? സംഖ്യ ഏത്? സംഖ്യ ഏത്? 100% എത്ര? സംഖ്യ ഏത്? 100% എത്ര എന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? 30% 75 ആണെങ്കിൽ 100% എത്ര എന്നല്ല ചോദിച്ചത്. എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്താൽ മതി. സോ ക്രോസ് ചെയ്യാൻ എളുപ്പവഴി എന്താണ്? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 100ഉം 75ഉം അല്ലേ? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 30, 1 എണ്ണം ഉള്ളത് 30. വെട്ടിക്കോ. താണ്ടാ 30ന്റെ 0ഉം 10ന്റെ 0ഉം കൂടെ കട്ടായി പോയില്ലേ? 100ന്റെ 0 കൂടെ കട്ടായി പോയില്ലേ? 3ന്റെ 25ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 75? 3ന്റെ 25ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 75? 25നെ 10 കൊണ്ട് ഗുണിച്ചാട്ടെ. 25നെ 10 കൊണ്ട് ഗുണിച്ചാല് 25നെ 10 കൊണ്ട് ഗുണിച്ചാൽ നമ്മളുടെ ഉത്തരം 250 എന്ന് വരും. കണ്ടോ, എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ ചോദ്യമായിരുന്നു. ഒരു സംഖ്യയുടെ 8% 216 ആണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എഴുതണം 8% ഈസ് ഈക്വൽ ടു 216. വാട്ട് ഈസ് നമ്പർ? 100% എത്ര എന്ന് എഴുതി വെച്ചിട്ട് ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് ആ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യണം. സോ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി കാര്യം ഈ ഒരു ചാപ്റ്ററിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ ചെയ്തു പഠിച്ചത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാനം ചോദിച്ചു മാറിയ ഒരു PYQ കൂടി ക്ലാസ്സിലെ പരിചയപ്പെടുത്തിയിരിക്കുവാണ്. സോ ഇത്തരത്തില് ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത പാർട്ട് ഉടനെ ഉണ്ട്. സോ ഈ 2 പാർട്ട് നിങ്ങൾ വൃത്തിയായിട്ട് കണ്ട് നോട്ട് എഴുതി തയ്യാറാക്കി വേണം മുമ്പോട്ട് പോകുവാൻ. ഇങ്ങനെ വേണം ഓരോ ചാപ്റ്ററുകൾ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ. ഒരുപാട് ചോദ്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. സോ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഡെയിലി നിങ്ങൾ ഓരോ ചാപ്റ്റർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ മാത്സിലെ ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം എഴുതിയ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയിലെ ഒരുപാട് മാറ്റങ്ങളാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നത്. ഒരുപാട് മാറ്റങ്ങൾ വരികയും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ ഭാഗങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നു എന്നുള്ള യാഥാർത്ഥ്യത മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം മാറ്റങ്ങളുടെ ഒരു തനിയാവർത്തനം വീണ്ടും പരീക്ഷയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത വലിയ തോതിൽ വരും. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നത്, തുടക്കക്കാര് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്നത്തേക്കാണ് നോട്ടിഫിക്കേഷൻ അടുത്തത് വരുന്നത്, സോ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ പഠിച്ചു തുടങ്ങണോ, ഏതൊക്കെ മാറ്റങ്ങൾ അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് വന്നിട്ടുള്ളത്, സോ ആ മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് എന്നുൾപ്പെടെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തുടക്കക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാർച്ച് 7-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ മേഘ മിസ് ഒരു ഫ്രീ വെബിനാറുമായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ സംശയങ്ങളും മാറുവാനും
അടുത്ത പരീക്ഷയിലെ നിങ്ങളുടെ പേര് ആദ്യത്തെ 50 അല്ലെങ്കിൽ 100-നകത്തേക്ക് എത്തിക്കുവാൻ തരത്തിലുള്ള എല്ലാ സംശയങ്ങളും മാറി വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ വലിയ ആത്മവിശ്വാസം ഈ ഒരു വെബിനാറിലൂടെ സാധിക്കും. സോ അതിനുവേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ഒരു ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമ്മളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. മാത്രമല്ല, തുടക്കക്കാർക്ക് ഇനിയും സമയമുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടി നമ്മൾ ഒരു ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തുടക്കം മുതൽ ഓരോ ദിവസങ്ങളും എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത്, ഓരോ ദിവസങ്ങളും എന്തൊക്കെ പരീക്ഷകളാണ് എഴുതേണ്ടത്, OMR പരീക്ഷകൾ ഏതൊക്കെയാണ് എഴുതേണ്ടത്, റിവിഷൻ എങ്ങനെ പോകണം എന്നുൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് സെഷൻ വിത്ത് ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി ഒരു പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത് എന്നുൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ ഒരു സെഷനകത്ത് ഉണ്ടാവും. സോ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു റിസൾട്ട് ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ അവിടെ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുവാനാണ്. സോ ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ പരമാവധി ഉദ്യോഗാർത്ഥികൾ, തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളെ അടുത്ത നോട്ടിഫിക്കേഷന് മുമ്പേ ആയിട്ട് അവരുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് അവരുടെ ഒരു ലെവൽ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യുവാൻ ഈ ഒരു ബാച്ചോട് സഹായിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതിന്റെ ബാക്കി അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.